പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ധ്യാനത്തിൻ്റെ ആമുഖമായിട്ട് അച്ഛൻ എപ്പോഴും പറയുന്നത്, ഇപ്പോഴും പറയുകയാണ്, നമുക്ക് ഉടമ്പടി ചെയ്യുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും ഇതൊരു അംബിഗ്വസായിട്ട് ഇതിനകത്തൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം, ചിലപ്പോൾ കിട്ടാം, പോയി നോക്കാം, എങ്ങനെ വരുമെന്ന് അറിയട്ടെ. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഉടമ്പടി എടുത്ത 0 മെരിറ്റാണ് വരാൻ പോണത്, 0 ഗ്രേസ്. കാര്യം നിങ്ങൾ ദൈവത്തെയും ഉടമ്പടിയെയുമാണ് സംശയിക്കുന്നത്. ആദ്യമേ ദൈവത്തെയും ഉടമ്പടിയാണ് സംശയിക്കണം. അപ്പം അങ്ങനെ നമ്മൾ ആലപ്പുഴ പോയി നോക്കുക, ഇനിയിപ്പോൾ അവിടെ കൂടി പോയില്ലെന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉപ്പ് നോക്കാൻ വേണ്ടി, ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരില്ലേ, അത് നിങ്ങൾ വെറുതെ വന്ന് പണി മേടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ്റെ. അത് ദൈവത്തെ പരീക്ഷിച്ച് പണി മേടിക്കരുത്. നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിന്നുവരെ നിങ്ങൾ ഗതി പിടിക്കാത്തതിൻ്റെ മെയിൻ കാരണം ദൈവത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടാകുന്ന നിങ്ങളുടെ ആജന്മ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളെപ്പോഴും ദൈവതിരുസന്നിധിയിൽ ഹാഫ് മൈൻഡഡ് ആണ്. അതുകൊണ്ടാണ് പകുതി മനസ്സുണ്ട്. പകുതി മനസ്സിൽ ആണ് പലപ്പോഴും പലരും ഉടമ്പടി ചെയ്യുന്നത്. ഈ പകുതി മനസ്സാണെങ്കിൽ നിങ്ങൾ ഇത് റിസൾട്ട് ശരിക്കും എന്തെങ്കിലും കിട്ടുമെന്നല്ല, അതായത് ഉടമ്പടി എന്ന ദൈവിക സംവിധാനത്തെ തന്നെ നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ചില കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഉത്തരം തെറ്റാണെങ്കിലും വഴി ശരിയാണെങ്കിൽ മാർക്ക് കിട്ടത്തില്ലേ. നിങ്ങൾ സംശയിച്ചിട്ടുകൊണ്ടാണ് ഉടമ്പടി ഹാഫ് മൈൻഡഡ് ആണ് ചെയ്യണമെങ്കിൽ വഴിക്ക് പോലും മാർക്ക് കിട്ടത്തില്ല. അതാണ് സംഭവം, വഴിക്ക് പോലും മാർക്ക് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങൾ ഞങ്ങൾ സംശയിക്കാതെയാണ് ചെയ്യണത്, ഞങ്ങൾ അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഇവിടം വരെ വരുമായിരുന്ന അത് ഓക്കെ, വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി അതിനൊരു എക്സിക്യൂട്ടീവ് ലെവലുണ്ട്, പ്രയോഗ രീതിയുണ്ട്. നമ്മളത് ഉടമ്പടി എപ്പോഴും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ മാറ്റി നിർത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3000 നന്മ നിറഞ്ഞ കുറേ ചെല്ലാം, 30,000 സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാം. അങ്ങനെ എന്തെങ്കിലും ചുണ്ടുകൊണ്ട് അഭ്യാസം കാണിച്ച ദൈവത്തെ അകപ്പെടുത്താവുന്നുള്ള മിഥ്യാധാരണയുമായിട്ട് ഉടമ്പടിയിലേക്ക് സമീപിക്കരുത്. ഉടമ്പടി ഇറ്റ് ഇസ് അനദർ പ്രോജക്റ്റ്. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് എങ്ങനെയാണിത് ഉടമ്പടി? അതിന് ഏറ്റവും നല്ല കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. മൈ സെക്കൻഡ് പോയിൻ്റ്. ഫസ്റ്റ് പോയിൻ്റ്, ഹാഫ് മൈൻഡായിട്ട് ഉടമ്പടിയിലേക്ക് വരരുത്, ഫുൾ മൈൻഡായിട്ട് വരണം. ഇത് എൻ്റെ അവസാനത്തെ അബോർഡാണ്. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്നെ ദൈവം കൊണ്ടുവന്നതാണ്. അമ്മ എന്നെ കാത്തിരിക്കാനിവിടെ. എനിക്ക് യോഗ്യതയില്ലെങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയത്തിന് തീരുമാനം ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെ വചനം പോലെ ജീവിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് പോയിന്റ് സാക്ഷ്യങ്ങൾ കേൾക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതൊന്ന് ശരിയാകട്ടെ, ഞാനൊന്ന് സെറ്റാകട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയും.
നിങ്ങളൊന്ന് സെറ്റാകട്ടെ, എനിക്ക് ഇന്ന് വീട്ടിൽ 2-3 വിരുന്നുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് പോട്ടെ, സ്വസ്ഥമായിട്ട് എന്നിട്ട് ഉടമ്പടി ചെയ്യാമെന്ന് പറയും. നിങ്ങൾ സെറ്റാകാൻ തീരുമാനിച്ചാൽ ഈ ഉടമ്പടി ഇപ്പം തന്നെ പൊട്ടും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിനോടുള്ള തീഷ്ണതയാണ്. നിങ്ങൾക്കറിയാവില്ല, അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ദൈവികമായ ഒരു വിഷയങ്ങൾക്ക് കാലമോ സമയവുമോ ഇല്ല. 2 തിമോത്തി 4:2 എടുത്തേ. 2 തിമോത്തി 4:2 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. എന്ന് പറഞ്ഞേ, വചനം പ്രഘോഷിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അപ്പം ദൈവത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നേരവും കാലവും ഒക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒക്കത്തില്ല. കാര്യം അത് നിങ്ങളുടെ തന്നെ വിശ്വാസക്കുറവിൻ്റെ ഒരു ബഹിഷ്പൂരണമാണ് സംഭവം. വീടൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിക്കണത്, ലൈഫ് ഒന്ന് സെറ്റാകട്ടെ, എന്നിട്ട് വേണം ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ. അങ്ങനെയല്ല. നിങ്ങൾ ഇന്ന് ഉടമ്പടി എടുത്താൽ, കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വരാൻ പോകുന്ന ഒരു അക്കിടിയുണ്ട്. അക്കിടി എന്ന് വെച്ചിട്ടുള്ളത്, അത് നമ്മൾ മിക്കവാറും ഒരു 60% പേരും വീഴുന്ന ഒരു ചതിക്കുഴിയാണ്. എന്ന് വെച്ചാൽ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ റിസൾട്ടാവും. എന്താ റിസൾട്ട് എന്ന് പറയുന്നത്? ദൈവത്തിനറിയാം നിങ്ങൾ ഈ ഉടമ്പടി ഉഴപ്പുമോ ഇല്ലയോ എന്ന്. അതാണ് വിഷയം. നിങ്ങൾ ഈ ഉടമ്പടി നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളിതെല്ലാം നല്ലവണ്ണം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ആഗ്രഹമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ദൈവത്തിനറിയാം ഈ സംഭവം 10-20 ദിവസം കഴിയുമ്പോൾ ഇത് മിക്കവാറും ഈ പയറിന് മുഞ്ഞ പിടിക്കണ പോലെ നിങ്ങളുടെ ഉടമ്പടിക്ക് മുഞ്ഞ പിടിക്കുമെന്നും പിന്നെ ഉടമ്പടി എടുത്തായിട്ട് നിങ്ങൾ മറന്നു പോകുന്നതൊക്കെ ദൈവത്തിനറിയാം. അഭ്യാസക്കാരെ കൃത്യമായിട്ട് ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ കാശും പോയി, വേണമെങ്കിൽ ഓഫീസിൽ പോയി കാശും എടുത്ത് തിരിച്ചു പോയേക്കണം, പത്രത്തിൻ്റെ കാശൊക്കെ. ഈ അഭ്യാസക്കാർ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ ദൈവത്തിനെയാണ് പരീക്ഷിക്കണത്. എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു ബോധമില്ല. എല്ലായിടത്തും പോണ പോലെ വന്ന് കയറിയിരിക്കുകയാണ്. അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടൊരു ഇടത്തിൽ നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കാരുണ്യത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അവസാനം എന്താണ് അച്ഛൻ പറഞ്ഞത്? ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ പ്രാർത്ഥനയ്ക്കും പോകുന്നവരെ കുമ്പസാരത്തിൽ പോകണം, കുർബാന ഉള്ളവരാണ്, കുടുംബദ്വാസ ജീവിതം ഉള്ളവരാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പറ്റും. ഇത് ഭയങ്കര സംഭവമാണ്. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആചാരവട്ടങ്ങളും ചിറ്റവട്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ബൈ പേഴ്സൺ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങളെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞേ, ദൈവത്തിൻ്റെ എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഉടമ്പടി എപ്പോഴും നമുക്ക് ഓർക്കുക, അത് കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവം ആരോട് കാരുണ്യം കാണിക്കുന്നത് വെച്ചാൽ നിൻ്റെ മെരിറ്റല്ല. അവിടെ നീ ഒരിക്കലും ഉടമ്പടി വന്നിട്ട് പറയും ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള പാരമ്പര്യ ക്രൈസ്തവരാണ്, ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ദൈവമായിട്ട് ജീവിക്കുന്ന ഭക്തിയുള്ള വിശ്വാസമുള്ള സമൂഹമാണ്. പക്ഷേ വൺസ് യു കം ടു ദി കവനൻ്റ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മേഴ്സി.
ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ കവനൻറ്റിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അത് ഒരു ദൈവവിളി എന്നതിനേക്കാൾ ഉപരി ദൈവം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഉടമ്പടിയും കാരുണ്യമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സങ്കീർത്തനം എടുത്ത്, സങ്കീർത്തനം 92:3 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. പ്രൈസ് ലോർഡ്. പ്രഭാതത്തിൽ പകല് മനുഷ്യന് ദൈവം നമ്മോട് കാണിക്കുന്നത് കാരുണ്യമാണ്. പകല്. രാത്രി ദൈവം നമ്മോട് കാണിക്കുന്നത് വിശ്വസ്തതയാണ്. ഈ ഉടമ്പടി നമുക്ക് 2 പകലും രാത്രിയും, ഡാർക്ക് ആൻഡ് ലൈറ്റ് ഉണ്ട് ജീവിതത്തിൽ, അല്ലേ? ജീവിതത്തിൻ്റെ പകലിലെ പ്രകാശമുള്ളപ്പോൾ നമ്മളുടെ ദൈവം നമ്മോട് കാണിക്കണത് എന്താണ്? കാരുണ്യമാണ്. അപ്പോൾ കണ്ണ് കാണാം, കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാം, ഏത് പരീക്ഷ എഴുതണം, ഏത് രാജ്യത്ത് പോകണമെന്നൊക്കെ നമുക്ക് കണ്ണ് കാണാം ശരിക്കും. അതാണ് പകലെന്ന് പറയുന്നത്. കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ട്. അവിടെ ദൈവം നമ്മോട് ഐഡിയ നമുക്കുണ്ട്. ഏത് സബ്ജക്റ്റ് എടുക്കണം, ഇപ്പോഴ് റിസൾട്ട് വന്നിരിക്കണതാണ്, ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട്. അത് നമ്മുടെ പകലാണ്. ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? അത് നമ്മുടെ മെറിറ്റല്ല. നിങ്ങൾക്ക് ഇന്ന കോളേജിൽ പഠിക്കണം, ഇന്ന രാജ്യത്ത് പഠിക്കണം, ഇന്ന കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. അതാണ് പകലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണം, എവിടെ വീട് വെക്കണം, എവിടെ നിന്ന് ലോൺ കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യു ഹാവ് എ ഐഡിയ. നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളോർക്കും എനിക്കിതെല്ലാം ഐഡിയ ഉണ്ടല്ലോ, എനിക്ക് സിവിൽ പോയിൻറ്റ്സ് ആവശ്യത്തിനുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ കിട്ടും. യു ഹാവ് എൻ ഐഡിയ. ഈ ഐഡിയ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് പകലാണ്. നിനക്ക് വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നിങ്ങളെ അലസരാകരുത്. കാണാൻ പറ്റിയാലും യു നീഡ്സ് മെഴ്സി. അതാണ് കർത്താവ് പകല്. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അത് ഉചിതമായ. അതായത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയെല്ലാം ഉണ്ട് എങ്കിലും ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, ആവശ്യത്തിന് സെറ്റപ്പുണ്ട്, അതുപോലെ തന്നെ ജീവിത രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ച്ഡാണ്. നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെങ്കിലും യു നീഡ്സ് മേഴ്സി. ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ? ചില ആൾക്കാർ കൈ കേട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ? ഈ ഫിസിക്കൽ പോസ്റ്ററിന്, ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ കരഞ്ഞ് മുട്ട നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും, ഇല്ലേ? നിങ്ങളുടെ മകന് അത്രയും വലിയ അസുഖമൊന്നുമില്ല, പനിയാ വല്ലതുമാണെങ്കിൽ നിങ്ങൾ നിന്ന് മുട്ട നിന്ന് പ്രാർത്ഥിക്കും, ഇല്ലേ? വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സിയാണ്. മനസ്സിലായ? ഏത് സാഹചര്യത്തിലും എനിക്ക് മെറിറ്റില്ല. പകലാണെങ്കിലും വ്യക്തമായിട്ട് ജീവിതം കാണാമെങ്കിലും ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തതയുണ്ടെങ്കിലും നമുക്കെന്ത് വേണം? മേഴ്സി വേണം. എന്ത് വേണം? കരുണ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? കരുണയുടെ ഡിസ്പോസിഷൻസാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഉള്ള ആൾ നിന്ന് കൈ കെട്ടി നിൽക്കുന്ന ആളിനെ വല്ല കരുണയും കിട്ടുക? കിട്ടത്തില്ല. എന്നാൽ അയാൾ കണ്ടൻറ്റഡ് ആണെന്ന് ദൈവത്തിന് അറിയാം. ഹീസ് കണ്ടൻറ്റഡ്. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഒന്ന് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ? കാര്യം എനിക്കറിയാം എൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ, എനിക്കറിയാം എവിടെ പോകണമെന്നുള്ളത്. പക്ഷേ ബൈബിൾ പറയണത് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഓക്കെ ആണെങ്കിലും യു നീഡ്സ് ഗ്രേസ്, യു നീഡ്സ് മേഴ്സി. എന്നുവെച്ചാൽ മേഴ്സി എന്ന് പറഞ്ഞത് ഗ്രേസിന് രണ്ടും രണ്ടാണ്. മേഴ്സി എന്ന് പറയുന്നത് മെറിറ്റില്ലാത്ത അവസ്ഥയിലെല്ലാം മേഴ്സിയാണ് നമുക്ക് വേണ്ടത്. ഇഫ് യു ഹാവ് നോ മെറിറ്റ് യു നീഡ്സ് മേഴ്സി. നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? കരുണയാണ് വേണ്ടത്.
അപ്പം പകലിൽ നിന്ന് പോലും ജീവിതം വ്യക്തമായിട്ട് കാണാമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാ വിഷയങ്ങളും ഉടമ്പടി തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകളും കരുണയുടെ ഡിസ്പോസിഷനിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് കരുണ തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ആക്കാനും വേണ്ടി ഒക്കാനിക്കരുത് നടത്താം. 10 പത്രമുണ്ട്, കൊടുത്തേക്കാം, അയൽവാസികൾക്ക് ചെന്ന് കൊടുക്കും. കൊടുത്ത് പെട്ടെന്ന് ചാപ്റ്റർ എത്രയും വേഗം ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഉടമ്പടിയിൽ മിക്കവാറും 40 പോയിൻ്റാണ് പത്രത്തിനുള്ളത്. കാര്യം പത്രമാണ് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. നിങ്ങളൊരു രോഗിയെ നഖം വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് മാത്രമാണ് ഗുണം. പക്ഷെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന് വിശ്വാസം കൊടുക്കുക മാത്രമല്ല, നിങ്ങളെ സഹായിച്ച ആരെങ്കിലും വേറെ ആൾക്കാരെ സഹായിച്ച ചരിത്രമുണ്ടോ? പക്ഷേ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും. അപ്പോൾ ഈ ഇവാഞ്ചലൈസേഷനും, അതായത് വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കത്തക്ക രീതി വേണം നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല, ഇത് വായിച്ചവൻ അങ്ങേ അറിയണം, അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം, അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടുകൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് ഫീഡിങ് പ്രെയർ എന്ന് പറഞ്ഞ സെഷനുണ്ട്. ഫീഡിങ് പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട്, എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും. തലേ ദിവസം തന്നെ സമർപ്പിക്കാൻ തുടങ്ങും. എൻ്റെ പുറകെ വരുന്ന വാഹനം, മുമ്പേ വരുന്ന വാഹനം, സൈഡിൽ കൂടെ പോകുന്ന വാഹനം, ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, കുടിക്കുന്ന വെള്ളം, എല്ലാ ടൈം, ഓഫീസ്, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കണ്ടുമുട്ടാനിരിക്കുന്നവർ, ഇനി എൻ്റെ ആംഗിളിൽ ഇല്ലാത്ത ആൾക്കാരെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരും. ഇങ്ങനെ ഈ ഇതിന് ഈ ഫീഡിങ് പ്രയറിൻ്റെ ഒരു ഗുണം, നിങ്ങളുടെ ദൗത്യം മിഷൻ ഗൈഡഡ് ആയിരിക്കും. ഫീഡിങ് പ്രയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും? ഇപ്പം നിങ്ങളുടെ യാത്രകൾ നിങ്ങളല്ല ഗൈഡ് ചെയ്യണത്. ദാറ്റ് ഇസ് നോൺ സെൻസ്. അത് പഠിക്കാൻ സാധിക്കും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര, അവൻ്റെ ഉദ്യമങ്ങൾ ദൈവം ഗൈഡ് ചെയ്യണം. ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ, യാത്ര, ഭക്ഷണം, സംസാരം, എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഫീഡിങ് കഴിയുമ്പോൾ, അതാണ് ഫീഡിങ് എന്ന് പറയണത്. അത് ഇപ്പോൾ ഞങ്ങൾ ചിലർ ജപമാല സമർപ്പിക്കും, ചിലർ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവരുടെ അജണ്ട സമർപ്പിക്കും. പാസ്പോർട്ട് ഓഫീസിൽ പോകണം, വിസ ഓഫീസിൽ പോകണം, ഇൻ്റർവ്യൂവിന് പോകണം, പരീക്ഷയ്ക്ക് പോകണം. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചു പോരുന്ന വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം. പേഴ്സണൽ പ്രയറിൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത്. ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും. ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും. അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത്, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളും, കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിന് അറിയാം. അതെങ്ങനെയാണ് ഈസി ആയിട്ട് പോകേണ്ടത് ദൈവത്തിന് അറിയാം. ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും. ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. മരിയയുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരുടെയും കൂടെ സാന്നിധ്യമായി സഞ്ചരിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത,
എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളോട് കരുണ തോന്നി കൃപ കാണിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. കൈ പിടിച്ച് നടത്തുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ വചനം ഒന്നിനു വായിച്ചേ. സങ്കീർത്തനം 92:3. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ. കിന്നരവും വീണയും മീട്ടിയും. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. നമുക്ക് വ്യക്തതയില്ലാത്തപ്പോൾ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും. നമുക്ക് വ്യക്തതയില്ല. എന്ത് കിട്ടും, ഏത് ജോലി ചെയ്യും, ആരെ കല്യാണം കഴിക്കും, എവിടെ താമസിക്കും, ഏത് ആശുപത്രി ചികിത്സക്ക് പോകും. വി ഹാവ് നോ ഐഡിയ. ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയണത്. ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ചേ. സീറോ ക്ലിയർനെസ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അതാണ് രാത്രി എന്ന് പറയണത്. രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണം എന്താണ്? സങ്കീർത്തനം 92:3 ഒന്നിനു വായിച്ചേ. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ. കിന്നരവും വീണയും മീട്ടിയും. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അതായത് രാത്രി എന്ന് പറയണത് ഒരു ഐഡിയയുമില്ല. ഇപ്പം നമുക്കറിയാം, നമ്മൾ രാത്രി എന്താ ചെയ്യണത്? നമ്മൾ ഉറങ്ങും അല്ലേ? രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ, ഉറങ്ങുകയുള്ളൂ. പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത്? രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ആകുമ്പോൾ ഈ 124 121:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4-ാം തിരുവചനം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പറഞ്ഞേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അപ്പോൾ നിന്റെ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. രാത്രിക്കുള്ള കുഴപ്പം എന്താണ്? ഉറക്കമല്ല പ്രശ്നം. എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാർ പറഞ്ഞില്ല, എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. രാത്രിയായി. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളോട് രാത്രി എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ഈശോ എന്താ പറഞ്ഞ രാത്രിയെക്കുറിച്ച്? ശ്രുതിക്കട്ടെ മക്കളെ. യേശു ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ സ്തോത്രം. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 9:4. യോഹന്നാൻ 9:4. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വെളിച്ചത്ത്, ഇപ്പം നമ്മളിതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായിപ്പോവും ചിലപ്പോൾ. എന്താണ്? ശരി പറയുക. എൻ്റെ അച്ഛാ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. അതാണ് രാത്രി. ചിലപ്പോൾ ഭർത്താവ് ICUലായിരിക്കും, അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ജയിലിലായിരിക്കും. നിങ്ങൾക്കത് രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി. അതാ യോഹന്നാൻ 9:4 എന്ന് പറഞ്ഞ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം. ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല, ഒരാശയമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല,
എങ്ങനെ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കഴുത്തേക്ക് കയറി നിങ്ങളുടെ കഴിവ് മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയൊക്കെ കഴുത്തേക്ക് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണിച്ച് ജീവിക്കായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനും പറ്റണില്ല, കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാടിക്കയറി ജീവിക്കുന്ന സമയം രാത്രി, ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത്? ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 92:3 എന്താ പറയണത്? രാത്രിയിൽ നിന്റെ വിശ്വസ്തത ഞാൻ കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ നീ ഇപ്പൊ നിന്റെ ജീവിതം രാത്രിയാണ്, നിനക്ക് ഐഡിയ ഇല്ല, നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നണില്ല, നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല, നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിന് കാശ് വേണ്ടേ? അതില്ല. വീട് വിൽക്കാമെന്ന് വെച്ചാൽ അനിയൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും ഉണ്ട്, അവൻ സമ്മതിക്കണമില്ല. ഒന്നും ചെയ്യാൻ പറ്റണില്ല, കൈയും കാലും കെട്ടിയ പോലെ അവസ്ഥയാണ്. എന്നപ്പോൾ ചത്ത് കളയാമെന്ന് തോന്നുന്നു. അതാണ് രാത്രി എന്ന് പറയണത്. ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത്? കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കണ്ടല്ലേ? അപ്പം നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകയറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത്. മനസ്സിലായില്ലേ? കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നീ ഒരു കക്ഷി, നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശ്ചര്യവും എപ്പോഴും റിമൈൻഡറായിട്ട് വരണത്. അത് പാസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി കാശും പാസ് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കാശും നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് മകൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവൾ ഐശ്വര്യയിൽ പോയതൊരു കാര്യമില്ല. നീ ഉടമ്പടി വൃത്തിയും മെനയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഐശ്വര്യന്ന് മാതാ പൊക്കിക്കൊണ്ട് വന്നോളൂ. അത് ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല. അതിന് വേറെ കാശും കൃപാസത്യം തരും. അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ കണ്ടില്ലേ? അതിന് അവിടെ ഉടമ്പടി കാശും ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശ്ചര്യം വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അതായത് ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞു വേണം നിങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഉടമ്പടി കാശിനും കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട് കൂറുള്ള ആളല്ല, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലല്ലേ, കോയിൻ ഉപയോഗിക്കണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ്? നിങ്ങൾ ഉടമ്പടി കാശും കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശും വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും. അതിനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ല. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാശും കളയാൻ സൂക്ഷിക്കണം. ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ എഴുത്തൊടിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും, പുതിയത് തരും. ജീർണിച്ച് പോയാൽ ജീർണിച്ച് പോകില്ല, പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല. നിങ്ങളുടെ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഉടമ്പടി കാശിനും കളഞ്ഞു പോയെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതാണ്. അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ്. അല്ല അവിടുന്ന് കുറേ നേർച്ച വസ്തു കിട്ടി ഇങ്ങോട്ടിട്ട് അവിടെ നിന്ന് കിട്ടില്ല, ഒന്നും തന്നില്ല, അതിനൊക്കെ തരുമെന്ന് പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് രണ്ട് പൂശിച്ചും വന്ന് വെള്ളം അടിച്ചും വന്ന് വെച്ച് ഓരോ കാര്യം ചെയ്യുമ്പോൾ നീ കൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ല എടുത്ത് കൈ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് പ്രാർത്ഥിച്ച് ആരാണോ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത്. ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പ്രൈമറി ഇൻറ്റൻഷൻ വരണത്. അവരുടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് അവർ രോഗത്തിൽ നിന്ന് മോചിച്ചാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം
അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന്. അല്ലാതെ അവർ സുഖപ്പെട്ട് കാര്യമില്ലല്ലോ. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം. ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം. അല്ല, കാണുന്ന കടവാമ്പോത്തിന് എല്ലാം കൊണ്ട് അത് ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ചുറ്റി നടക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വിഷയം വളരെ കാര്യം, ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത്. സാക്ഷ്യങ്ങൾ നല്ല വലിയ 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 സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം. അവരെന്ത് ശ്രദ്ധയോടെയാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല. കാര്യം ഉടമ്പടി പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റ് ഫോർമാറ്റിലാണ്. കവനൻ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ്? കവനൻ്റ് ഫോർമാറ്റാണ്. ഇപ്പോൾ പത്രോസിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു. പത്രോസിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. പത്രോസിൻ്റെ പ്രഭാഷണത്തിലൂടെയാണല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത്. എന്താണ്? 2:37 എടുത്ത് നടപടി 2:37 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 നടപടി 2:37. ഇത് കേട്ടപ്പോൾ വെച്ചാൽ വചനങ്ങൾ കേട്ടപ്പോൾ, അതാണ് ഇത് കേട്ടപ്പോൾ പത്തോസ് തോന്നിയ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം. അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടി അവർക്ക് ചോദ്യങ്ങളുണ്ടാകും. അല്ലാത്തൊരു വായിട്ട് നോക്കിയിരിക്കും. പിടിയില്ലേ? ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ, അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. എന്താണ്? ഞങ്ങൾ എന്താണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. കണ്ടില്ലേ? ദൈവവചനം കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു സംഭവം നടന്നു. എന്ത് ചെയ്തിട്ട്? ഹൃദയം നുറുങ്ങി, അത് പൊടിച്ചുപോയി. പഴയ ഹൃദയമില്ലേ, അത് പൊടിയണം. വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല, എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം, വിശുദ്ധീകരിക്കണം. അതാണ് ഹൃദയം നുറുങ്ങിയെന്ന് പൊടിഞ്ഞു. നിങ്ങൾ പൊടിയാതെ കല്ലുപോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം. അത് റീഡ് ഇറ്റ് അഗൈൻ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. എല്ലാവരും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കവനന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ അതിൻ്റെ അടുത്ത നടപടി എന്താണ്? കയ്യൊപ്പ് പ്രാർത്ഥന അല്ല, അടുത്ത നടപടി കവനൻ്റാണ്. എന്താണ്? ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്തലന്മാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താ പറയണത്? പത്രോസ് പറഞ്ഞ എന്താണ്? 2:37 വായിച്ചേ. പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ്. എന്താണ്? വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു. പഴയ ഹൃദയം ഉണ്ടായിരുന്നു. ഏഷണി, പക, പരദൂഷണം, വിദ്വേഷം, മത്സരം, അഹങ്കാരം ഉണ്ടായ ഹൃദയം പൊടിഞ്ഞു.
പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ്? ജനങ്ങളെ ചോദിച്ചു, ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വചന നടപടി. അത് നമ്മുടെ ഉടമ്പടി അതല്ലേ? എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? നിങ്ങൾ ബൈബിൾ 100 പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത്. അല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ അവരെന്താ പറയണത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം. അതാണ് വിഷയം. ഇപ്പോൾ ഒരാഴ്ച ഒരു 10-20 ഡൈവേഴ്സ് കേസ് ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട്. ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊച്ചിനെ കിട്ടണമെന്നും പറഞ്ഞാണ്. കൊച്ചിനെ അയാൾ അടിച്ചുകൊണ്ട് പോയി, കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ. ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്തിരിക്കണം? ചിലർ പറഞ്ഞിട്ട് കൊച്ചിനെ കിട്ടണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് ചിലവിന് കിട്ടണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ മാത്രം. ഇതിനകത്ത് ഏതാണ് ദൈവഹിതം? ഇപ്പം ഞാൻ അവളോട് ചോദിക്കും, അല്ലെങ്കിൽ അവനോട് ചോദിക്കും, നീ കൊണ്ടുപോയാക്കിയതാണ്, അവളെ ഉപദ്രവിച്ച് വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്മും. ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരിക്കണം പന്നി. ഇതാണ് പ്രശ്നം. എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം. പണിയല്ലേ മാതാവിന്, പുതിയ പണി. മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം. അടിപൊളി. ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു പൊട്ടിച്ചിലിൻ്റെ ആവശ്യം ഉണ്ടാവും. എന്താ കാര്യം? ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അത് ഉടമ്പടിയല്ല, എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ്. മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട. നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരും കൊല്ലുകയും ചെയ്യാം. പക്ഷേ സത്യദൈവം, നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും. ഈ പശ്ചാത്താപം എന്താ വരണത്? അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം. നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ? അല്ലേ? ആദ്യം ഇത് വാളും പരിചയം കൊണ്ട് വെക്കണം. ഇപ്പം നിങ്ങൾ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടിയപ്പോഴാണ് ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും. എന്നിട്ട് ജഡ്ജി തീരുമാനിക്കട്ടെ ആര് ജയിച്ചെന്ന് പറയും. നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലണത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ജയിച്ചാൽ ഓന്തോടിയാൽ വെയിലി വരെ, ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ. എത്രയേ ഉള്ളൂ. നിങ്ങൾ ജയിച്ചാൽ എത്ര കൊല്ലത്തേക്ക് ജയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും. മേ ബി ഒരു 40 കൊല്ലമാണ് മാക്സിമം. അത് കഴിയുമ്പോൾ കൊമ്പും കോലൊക്കെ മുക്കിന്നും വൈകുന്നൊക്കെ കൊമ്പും കോലും ഇട്ടിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനായാലും നീയായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും. നേരെ മറിച്ച് സംഭവിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം, ദൈവമേ എവിടെയാണ് തെറ്റെന്നറിയത്തില്ലേ, നമുക്കറിയാം ഞാൻ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ. പണ്ട് 10 മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല, തനത് എഴുന്നേറ്റ് പോകും. ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് കാറും. നിലവിളിച്ചില്ലെങ്കിൽ അവരവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് 1 വയസ്സുകാരുടെ കൊച്ചാണ് ശരി, അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും. കാര്യം പണ്ട് 10-12 പിള്ളേരുണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ലാഞ്ഞ് വീണ് എഴുന്നേറ്റ് പോകും. ആര് മൈൻഡ് ചെയ്യാനാണ്? ഇപ്പം മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുനാൾ മുതലേ ഭയങ്കര പൊസസീവാണ് ആൾക്കാർ, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നള്ളിക്കണത്. അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും? വീട്ടുകാർ എന്നാൽ നീ ഇങ്ങോട്ട് പോരാൻ പറയും. അമ്മ പറയും,
അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു, അവിടെ മോന്തക്കടത്ത് കൊടുത്തിട്ട് പോരാൻ പറയും. ഇയാളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതാ പ്രശ്നം. ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം എവിടുന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം? അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം, നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിനക്കത് വേണ്ട. നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്. രഹസ്യമായ കുഴപ്പമാകാം, ചിലത് പരസ്യമായ കുഴപ്പമാകാം. അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. നിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കുമെന്ന് അറിയാമല്ലോ. അത് വളരെ മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിന് അറിയാം. ഇത് വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്ത ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ, എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം. ഹൃദയ വിചാരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു കോടതിയിലും ഹൃദയ വിചാരണ ചെയ്യപ്പെടത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുസ്ഥിതി, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഹൃദയ വിചാരങ്ങൾ. 139 സങ്കീർത്തനം 2. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത്. നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളിപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 5 സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണത് എന്താണ്? അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. എന്താണ് നിങ്ങൾ ചോദിക്കണം? മൂത്ത മകനെയും മക്കളെയും അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടുക മാത്രമല്ല, വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാൾ വലിയ വീട് വെച്ച് അവിടെ താമസിക്കുക. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഹൃദയ വിചാരം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട്. രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കണ കുടം ഉടയണ പോലെ നീ ഉടയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ വിശുദ്ധമായ മനസ്സാക്ഷിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ശുദ്ധിയോടെ വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് ഞങ്ങൾ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഹൃദയം ഒരു കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് വരുമ്പോഴും ഉടമ്പടി ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം. അല്ല, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൻ തീരുമാനിച്ചു, എൻ്റെ അമ്മ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു, അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആരും ഗുണ്ട പണിക്ക് വരികയാണ്. നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ദൈവം ആരാണ്? നിൻ്റെ ഗുണ്ടാ പണിക്ക് വേണ്ടി വരാൻ പോകണം. നീ എൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കണം. ഉടമ്പടിയാണ് നീ എടുത്തിരിക്കണം, കൊട്ടേഷനാണ് എടുത്തിരിക്കണം മാതാവിൻ്റെ.
അപ്പോൾ ഈ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്വീകരിക്കാൻ, എന്റെ ആത്മാവിൽ നിറയാൻ, എന്റെ ഹൃദയം നുറുക്കുന്ന അനുതാപത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഒരുമിച്ച് എല്ലാവരും എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ. സ്വരത്തിൽ പാടുക, ഒരുമിച്ച് പാടുക എല്ലാവരും. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, ആത്മാവാൻ ദൈവമേ, ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. Praise the Lord. Praise the Lord. അപ്പോൾ നിങ്ങൾ ഉള്ളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കണം. എന്താണ്? ആത്മാവേ എന്നിൽ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ആൻഡ് ലൈഫ് ഓഫ് കവനന്റ് റിട്രീറ്റ് എന്താ ഓരോ ഉണ്ട്. ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ഓഫ് കവനന്റ് ആൻഡ് ലൈഫ് ഓഫ് ദി കവനന്റ് എന്തുമാത്രമാണെന്നറിയാവോ? ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനന്റ്. ഇത് സത്യമായ കാര്യമാണ് അച്ഛനിലൂടെ ഈശോ പറയണത്. ഞാൻ പഠിപ്പുന്നതെങ്കിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല. വാട്ട് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ബൈബിൾ, വാട്ട് ഈസ് ദ മെൻറ്റാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ്, ഇറ്റ് വിൽ ബി റിവീഡഡ്. അതാ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരണത്. അപ്പം നിങ്ങൾ അതിനെ അബൈഡ് ചെയ്ത് വരണം. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ഉടമ്പടി ധ്യാനത്തിലെ അങ്ങയുടെ വചനം കേൾക്കാൻ എന്നെ എന്റെ ആത്മാവിനെ ഒരുക്കണമേ, എന്റെ ഹൃദയത്തെ നുറുക്കണമേ, എന്റെ ആത്മാവിനെ ഒരുക്കണമേ, എന്റെ ഹൃദയത്തെ നുറുക്കണമേ. ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ആത്മാവേ, അപ്പോസ്തലന്മാരിൽ ഇറങ്ങി വസിച്ച സഭയുടെ ആത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ കർത്താവിന്റെ കൈയും കാലുമായി അപ്പോസ്തലന്മാരെ പോലെ ഇക്കാലത്തില് കർത്താവിനെ കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാൻ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ കൈയടിച്ചോണ്ട് ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്. നമ്മൾ വിസ പ്രോസസ്സിങ് എന്ന് പറയത്തില്ലേ, അതുപോലെ കവനൻ്റ് പ്രോസസ്സിങ് ആണിത്. എന്താണ്? ഫസ്റ്റ് ടൈം വേർഡ് ഓഫ് ഗോഡ് കേൾക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് കർത്താവിൻ്റെ വചനം ആദ്യമേ കേൾക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഹൃദയം നുറങ്ങണം. കർത്താവിൻ്റെ വചനം കേട്ടിട്ട് വചനത്തെ അനുപേക്ഷണമായിട്ട് യോഹന്നാൻ 15:3 വർക്കൗട്ട് ചെയ്യണം. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:3. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഏറ്റു നിമിത്തം പറഞ്ഞ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ട് അതിനോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ ബി നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? ഹൃദയം നുറുങ്ങിയിട്ട് ജനങ്ങൾ ചോദിക്കണ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ക്രൈ എന്താണ്? ഫസ്റ്റ് ക്രൈ. അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മാവിൽ ജനിച്ചവൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത്? സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ദാറ്റ്സ് ഫസ്റ്റ് ക്രൈ. ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വചനം ശ്രവിച്ചവൻ്റെ ആദ്യത്തെ നിലവിളി, ആത്മാവിൽ ജനിച്ച ദൈവ പൈതലിൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത്? സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ പത്രോസിന്. എന്താ പറയണത്? അവൻ പറയണത് പോലെ അവൻ പറഞ്ഞത് എന്താ? മർക്കോസിന്റെ 1:15 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അവൻ പറഞ്ഞു. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മനസ്സിലായില്ലേ? അപ്പം പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ആദ്യ ഫോർമുല എന്താണ്? പത്രോസ് എന്താ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ എന്നല്ലേ? അത് ആ ലൂക്ക്, അതായത് നടപടിയുടെ 2:38 നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ പത്രോസാണെങ്കിൽ അത് പറഞ്ഞ പത്രോസ് അല്ലല്ലോ. അതാരാ പറഞ്ഞത്? കർത്താവ് ആദ്യം പറഞ്ഞ വാക്കാണ്. എന്താണ്? ടൈം. ദ ടൈം ഇസ് അറ്റ് ഹാൻഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സമയം പൂർത്തിയായിരിക്കുന്നു. ദ ടൈം ഇസ് അക്കംപ്ലിഷ്ഡ്. സമയം പൂർത്തിയായി. നിൻ്റെ സമയം, വചനം എപ്പോൾ കേൾക്കുന്നു അപ്പോൾ ദൈവകൃപയുടെ സമയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇത് പേര് സിമ്പിളാണ്. നോക്കിയേ, ആദ്യമേ പെന്തക്കോസ്തായിൽ ആത്മാവിനെ പത്രോസിന് ലഭിക്കുന്നു, സ്ലീഹന്മാർക്ക് ലഭിക്കുന്നു. അത് കണ്ടു നിന്ന ജനങ്ങൾക്ക് അഭിഷേകത്തോടെ അവർ ചോദിക്കുന്നു, എന്താണ്? ഈ ആത്മാവിനെ ഞങ്ങൾക്കും സ്വീകരിക്കണം, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് കവനൻ്റെ ഫോർമാറ്റാണ്. പത്രോസ് എന്താ പറയും? അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. അവൻ എന്താണ് ആദ്യം പറഞ്ഞത്? അവൻ പറഞ്ഞത് മർക്കോസ് 1:15 എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ സുവിശേഷം ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം പൂർത്തിയാകും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആത്മാവിനെ കിട്ടും. അപ്പോൾ കവനൻ്റ് എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? ഒരു ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമും ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ആത്മാവിൻ്റെ അഭിഷേകമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി.
പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനകത്തുള്ള ഒരു ടോപ്പ് സെക്യൂരിറ്റി എന്താണെന്ന് അറിയാമോ? ഇപ്പം നമ്മളുടെ ഒരു നോട്ടിൽ 17 സെക്യൂരിറ്റി മാർക്കുകളുണ്ട് അല്ലേ? ഒരു നോട്ടിൽ 500 നോട്ടിലൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച 17-18 സെക്യൂരിറ്റി മാർക്കുകളുണ്ട്. നമുക്ക് 1-2 മാർക്ക് അറിയാൻ പറ്റും. നമുക്ക് ജലമുദ്ര അറിയാം. അത് നോക്കുമ്പോൾ അശോക ചക്രമൊക്കെ ഇരിക്കണ കാണാം അതിനകത്ത്. പിന്നെ വാട്ടർ മാർക്ക് കാണാം. പക്ഷേ ഗവൺമെൻറ്റിനറിയാം 17 ഉണ്ട്. കള്ളനോട്ടും ഒറിജിനൽ നോട്ടും തമ്മിൽ ഗവൺമെൻറ് അംഗീകരിച്ച 17 സെക്യൂരിറ്റി നോട്ടുണ്ട്. അപ്പോൾ 17 സെക്യൂരിറ്റി നോട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റിയൽ നോട്ടാണെന്ന്. അതിൻ്റെ മൂല്യം ഇന്ത്യയിൽ മൂല്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളകത്താവും. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളിത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ ചോദിക്കും. പിന്നെ റൂട്ട് കഴിഞ്ഞ് പിന്നെ പണിയായിരിക്കും. പിന്നെ 10,000 ചോദ്യങ്ങൾ വരണം. അപ്പം ഇതുപോലെ കവൻ്റെന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ സെക്യൂരിറ്റി ത്രെഡുകളുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന സംഭവത്തിന് കണ്ണടയില്ലെങ്കിൽ പണിയാവും. നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക്. ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പ് വരുത്തണം. എന്നുവെച്ചാൽ ഉടമ്പടി എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓക്കെ ആവും. എന്താ കാര്യം ചെയ്തത്? ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നവുമില്ല. ബാക്കി എന്താ കാര്യം? പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി ദൈവം ചെയ്യേണ്ടതാണ്. നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഈ 500 രൂപ നോട്ട് ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ്. കാര്യം എന്താണ്? അത് കള്ളനോട്ടല്ല. കവനൻ്റ് അങ്ങനെയാണ്. കവനൻ്റിൻ്റെ സെക്യൂരിറ്റി ത്രെഡുകളെല്ലാം നിങ്ങളുടെ ഇവാഞ്ചലൈസേഷൻ, നിങ്ങൾ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക, ആതുര സേവനം ചെയ്യുക, വിശുദ്ധിയോട് ജീവിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്യുക, കുടുംബത്തിൽ മാന്യമര്യാദയായിട്ട് ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, അവതാരത്തോടെ ജീവിക്കുക, കാരുണ്യത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റി ത്രെഡെല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും. നമുക്ക് നോട്ട് പഴയതായാൽ പോലും, ഉടമ്പടി പഴയതായാൽ പോലും പുതിയതിൻ്റെ വിലയല്ല അതിനുള്ളത്. 500 രൂപയ്ക്ക് പഴയ നോട്ടാണെന്നും പറഞ്ഞാൽ അതിന് 5 രൂപയുടെ വിലയല്ലല്ലോ. അപ്പോൾ ഉടമ്പടി പഴയതാണെങ്കിലും നിങ്ങൾ പാലിച്ചു പോകണമെങ്കിൽ പുതിയതിൻ്റെ വിലയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് സങ്കീർത്തനം എടുത്ത് നോക്കളെ. സങ്കീർത്തനം 89:34 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 89:34 ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയണതാണ്, നമ്മുടെ ഭാഗത്തുനിന്നല്ലേ. നിങ്ങൾ ഉഴപ്പിയാലും ഞാൻ ഉഴപ്പത്തില്ലെന്ന് പറയണ പച്ച മലയാളത്തിൽ. എന്താ പറയുക? സങ്കീർത്തനം 89:34 എന്താ ഒന്ന് വായിച്ചേ? ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. അപ്പോൾ ഇത് 100% ഷുവറായിട്ട് അവസാനം വരെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഇത് രാത്രിയിലാണെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? വിശ്വസ്തത. അതാ സങ്കീർത്തനം 92:3 പറയണത് എന്താണ്? നിൻ്റെ രാത്രിയിൽ ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും. അത് കാര്യം നിൻ്റെ രാത്രി എന്ന് പറയുമ്പോൾ കണ്ണ് കാണാൻ പാടില്ലാതെ നടക്കുകയാണ്, ബുദ്ധിയും ബോധവും ഇല്ലാതെ വലിയൊരു മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് നടക്കും.
അന്ധന ഇപ്പം നിങ്ങൾ ദൈവത്തിൽ അകന്നു പോയെന്ന് വിചാരിച്ചോ? എന്തെങ്കിലും തരികട വീട്ടിൽ വന്ന് നിങ്ങൾ അകന്നു പോയെന്ന് വിചാരിച്ചോ? എന്നിട്ട് അന്ധനെ വഴി കാണിക്കണ പോലെ ചിലപ്പോൾ നിങ്ങളുടെ അളിയനായിരിക്കും നിങ്ങൾ വഴി കാണിക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ അയൽവാസി ആയിരിക്കും വഴി കാണിക്കണത്. നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഉതപ്പിച്ചാലും ശരി, നിൻ്റെ രാത്രിയാണ്. പക്ഷെ നീ ഉടമ്പടി ദൈവം വിശ്വസ്തനായത് കാരണം നീ അഴിഞ്ഞു പോകാൻ, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. ജെറമ്യ എടുത്ത് 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ പ്രൈസ് ദി ലോർഡ്. ഇടയാക്കുന്നത്. അതാണ് അതായത് നിങ്ങൾ പറഞ്ഞ്, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പം അതായത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം തന്നെ, നമുക്ക് കണ്ടെത്താൻ പാടല്ലേ, അതുകൊണ്ട് ദൈവം തന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു വല്ലാത്തൊരു ഗൈഡൻസാണ്. ഇതുകൊണ്ടാണ് നമ്മൾ കർക്കശമായിട്ട് വിശുദ്ധി പാലിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം. 2 ഭാര്യ 3 ഭാര്യ 5 ഭർത്താക്കന്മാരെ എങ്ങനെയും ജീവിക്കാം. വിശുദ്ധി ആവശ്യമില്ല, ദൈവത്തെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ അവരുടെ എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ അവർ ജീവിക്കും. പക്ഷേ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ദൈവത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സമീപസ്ഥനാണ്. ദൈവം സമീപസ്ഥനാണ്. സത്യസന്ധമായിട്ട് അത് ഹൃദയം നുറുങ്ങിയവർ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അതായത് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നുള്ളതും പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണുന്നുള്ളത് സിംഗിൾ വേർഡാണത്. അതായത് ഹൃദയം നുറുങ്ങിയ എല്ലാവരും കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ഹൃദയം നുറുങ്ങിയ ആൾക്കാർ പരമാർത്ഥ ഹൃദയരായിരിക്കണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 18-ാം തിരുവചനം. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇതിന്റെ കൂടെയാണ് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയണത്. ഇപ്പൊ ഹൃദയം നുറുങ്ങിയിരിക്കണം, പറഞ്ഞ ഹൃദയശുദ്ധിയില്ല, കാപട്യമാണ് കൈയിരിക്കണത്. അത് വർക്കൗട്ട് ചെയ്യണം നിർബന്ധമില്ല. സങ്കീർത്തനം 34:18 വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഹൃദയം നുറങ്ങിയിരിക്കണം, സമ്മതിച്ച്, പക്ഷേ നിങ്ങളുടെ കയ്യിരിക്കണ കാപട്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം വിശുദ്ധിക്ക് കവനൻ്റെ വർക്കൗട്ട് ചെയ്യാൻ ഒരു അവിഭാജ്യമായ അടിസ്ഥാന ഘടകമാണ് വിശുദ്ധി. അതുകൊണ്ടാണ് പറയണത്, കർത്താവ് പറഞ്ഞത് ആദ്യത്തെ വാക്ക് എന്താണ് പറഞ്ഞത്? സമയം പൂർത്തിയായിരിക്കുന്നു, അനുദപിക്കുക. ഇത് രണ്ടും ഒരു സംഭവമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിലും നിനക്ക് വിശ്വസിക്കാം, പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ നീ അനുദപിക്കേണ്ടി വരും. ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും നിനക്ക് വിശ്വസിക്കാം, പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ്റ്റ് റിപ്പന്റ്. പ്രാർത്ഥിക്കുക, കർത്താവേ അനുദപിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിലെ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. സകലരും സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കവനൻ്റെ ഉടമ്പടി ധ്യാനം നിങ്ങളെ കുടുംബങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നണം. കാര്യം കവനൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ ആരാണ് നോൺ ക്രിസ്ത്യൻസ് എന്ന് പിടിയും കിട്ടത്തില്ല. കാര്യം എന്താണ്?
ആരാണ് ഹൃദയശുദ്ധിയുള്ളവർ, ആരാണ് ദൈവത്തോട് സത്യസന്ധതയുള്ളവർ, ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ. അത് കപ്പാസിറ്റിയാണത്, അതൊരു കപ്പാസിറ്റിയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് കവനൻ്റ് കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ്. നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. നിങ്ങൾ അനുദപിക്കാൻ പറയുന്നതും സൽപ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയം സകലരും അനുദപിക്കും, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള അവൻ കഴിവ് നൽകി. നൽകി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം പിതാവേ, നന്ദി. അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. സ്വരത്തിൽ സന്തോഷത്തോടെ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത് സിമ്പിൾ ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നൽകുന്നത്. അതാണ് നടപടി പുസ്തകത്തിൻ്റെ 2:38. പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ സ്നാനം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പോൾ സ്നാനം സ്വീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ അതൊരു മതപരിവർത്തനമായിട്ട് മാറും. സ്വാഭാവികമായിട്ട് ആ റിസ്ക്കൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ആ വിഷയം നമുക്ക് നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ലക്ഷ്യങ്ങൾ വരുന്ന വിഷയമല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ വരുന്ന ഒരു വിഷയമുണ്ട്. എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നാനം നമുക്ക് പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ലാതെ ഒരു പൊതു സ്നാനമായിട്ട് സ്വീകരിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് പരിശുദ്ധാത്മ കിട്ടുകയല്ലേ പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധാത്മ നിത്യയുടെ മുദ്രയല്ലേ നമ്മുടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണത്? ഈ സ്നാനം എന്ന് പറയണത് എന്താ? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 12:50 എടുത്തേ. ലൂക്ക 12:50. ലൂക്ക 12:50. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ഓക്കെ, പറഞ്ഞ എന്താണ്? എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാവുകയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ സ്നാനം ഏതാണ്? ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളാണ്. ഈ പീഡാസഹനങ്ങളെ ഈശോ എന്തെന്നാ വിളിക്കണത്? സ്നാനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. പീഡിയ.
ഈ സ്നാനം നിൻ്റെ കുടുംബത്തിലെ പീഡാസഹനങ്ങൾ, നിൻ്റെ കുടുംബത്തിൻ്റെ രോഗമാകാം, നിൻ്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം, നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലൂടെയും കർത്താവ് കടന്നു പോയതാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളും കടന്നുപോയ കർത്താവിനെ നിൻ്റെ പീഡാസഹനങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ്. ഇപ്പം നിൻ്റെ ചിലപ്പോൾ കാരണം കൂടാതെ വെറുത്ത് കാണും. ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കാരണം കൂടാതെ വെറുക്കപ്പെടുന്നത് എന്താ? ഏറ്റവും കൂടുതൽ ഒരു കാരണമില്ലാതെ വെറുക്കപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ചില കാരണങ്ങൾ പരസ്യമാകാം, ചില കാര്യങ്ങൾ രഹസ്യമാകാം. എല്ലാം മുതലെടുപ്പാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം കൂടാതെ നിന്നെ വെറുക്കും. നീ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല. നിൻ്റെ ഭർത്താവ് നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ല. ബൈബിളിലുണ്ട് കാരണം കൂടാതെ അവൻ വെറുക്കപ്പെട്ടെന്ന്. നീ കാരണം കൂടാതെ വെറുക്കപ്പെട്ടിരിക്കെങ്കിലേ അപ്പം നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ നിൻ്റെ വീട്ടിൽ വരണില്ല, അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. കാര്യം ചോദിച്ചിട്ട് പറയണമില്ല. അപ്പം നീ വന്ന് എന്നോട് ചോദിക്കുക, അച്ഛാ കാര്യം എന്താണ് അച്ഛാ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അച്ഛാ. എന്നിട്ട് അവളെന്താ എൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് എന്നോട് ചോദിക്കും. ഞാൻ അതിൻ്റെ ഉടമ്പടി കറക്റ്റാണ്, ഞാൻ പറയാം അവളെന്താ ഫോൺ എടുക്കാത്തതെന്ന്. അവൾ ഉടമ്പടി കറക്റ്റാണെന്ന് നോക്കും. ആദ്യം ഞാൻ പേപ്പർ നോക്കും, കറക്റ്റ് ചെയ്യും. അപ്പോൾ ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഭാര്യയാകാൻ തെറ്റിദ്ധരിക്കണത് ഭർത്താവുമാകാം. പക്ഷെ നീ അത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കണമെങ്കിൽ അവർ കാരണം കൂടാതെ എന്നെ വെറുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നിൻ്റെ രോഗമാകാം. ഇപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത്. ഐസയ 53:7 ഇല്ലേ? ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ, ഭാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, വെൻ യു ടേക്ക് ദ നെയിം ജീസസ് ക്രൈസ്റ്റ് യു റിസീവ് ജീസസ്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാകും. മനസ്സിലായില്ലേ? നിൻ്റെ വേദന, നിൻ്റെ രോഗം, നിൻ്റെ പീഡ, നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ, നീ അനുഭവിക്കുന്ന സംശയ രോഗങ്ങൾ, അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നോ കംപ്ലൈൻറ്റ്. പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ പാടില്ല. കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അവനിട്ട് പോയി ചവിട്ടരുത് നീ. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും. എന്താണ്? അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഭരിക്കും, മിണ്ടത്തില്ല. ഈ അക്കൗണ്ടിലേക്ക്, മരിയൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ, അത് നിൻ്റെ അയൽവാസി, നിൻ്റെ ബന്ധുക്കൾ നിന്നെ വിഷമിപ്പിക്കുകയോ ഞെരുക്കുകയോ മനഃപൂർവ്വം ഏഷണി, പക, പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്താൽ, when you take it in the name of Jesus Christ, you have baptized in the name of Jesus Christ. അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ നീ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്നാനസ്ഥാനത്തിൻ്റെ ശരീരഭാഷ എന്താണ്? മൗനമാണ്. ഇടയ്ക്കിടന്ന് കാറകുക വരാം.
അമ്മയുടെ ജീവിതം നിത്യജ്ഞാനസ്ഥാനത്തിൻ്റെ ജീവിതമാണ്. എന്താ കാര്യം? എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ച് മൗനമായിരിക്കും. ദൈവമല്ലേ, കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ എന്താ സംസാരിക്കണത്? നിൻ്റെ ജ്ഞാനസ്ഥാനങ്ങളിലെ നീ മൗനമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നിന്നെ രൂപപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നീ ഈറ്റുന്നവ അനുഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. വാഗ്ദാനപേടകമേ സ്വർഗീയമേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പം നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസ്നാനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. സഭയിൽ കവദാസ ജീവിതമില്ലാത്ത കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പാപങ്ങൾ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്, പക്ഷേ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് ഞാൻ എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിനെ ആത്മാവിനെ സ്നാനപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ആത്മാവേ പാവനാത്മാവേ തന്നാലും സ്വർഗാരൂപി വന്നാലും ആത്മാവേ പാവനാത്മാവേ തന്നാലും അരൂപി സ്വർഗാരൂപി വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. അത് വിശ്വാസത്തിലാണ് ഈ സ്നാനം ആൾക്കാർ ചെയ്യണത്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ക്ഷതങ്ങളെ മാനസികമായി ശാരീരികമാകാൻ അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരു സഹനത്താൽ ആത്മീയ സ്നാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനും അനുഗ്രഹത്തിനും നീ അവകാശിയായി മാറുന്നെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ. അതായത് ഒരിക്കൽ നീ വിശ്വാസം സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ നാമം എന്താണെന്ന്, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യസൗഖ്യം എന്താണെന്ന്, ശരീരസൗഖ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കും വേണമെങ്കിൽ അവരെ, അതായത് ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും കരുത്തോടെയും നിത്യരക്ഷയോടെ ജീവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ സ്വയമായിട്ട് പ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആലയത്തിലുള്ള അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ,
എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെയാണ് സുവിശേഷ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നിങ്ങളോട് പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞ നിന്നവർ. നിങ്ങൾ ജനിച്ച മതത്തിൽ, വിശ്വാസത്തിൽ, സംസ്കാരത്തിൽ, അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണം ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. ഞങ്ങളെ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ്. കൗദാസ്യ ജീവിതം കുമ്പസാരിക്കാനും വിവാഹം എന്ന കുദാശ കുഞ്ഞുങ്ങളെ പുണ്യഭവന വളർത്താൻ കൗദാസ്യവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂദാശ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു. അത് ഒരു ദൈവകൃപയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷേ അതിലേക്ക് നിങ്ങളെ 0 പോയിൻറ്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണതയിലേക്ക് വരുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന് ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്കുണ്ട്, അനുവദിക്കത്തില്ല, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ്. അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. കർത്താവ് ജനിച്ചപ്പോൾ മാലാഖ നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക്. ദാറ്റ് ഈസ് ഐ ആം പ്രൊക്ലൈമിങ്. സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത്, യഹൂദന്മാരല്ലാത്തവരോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവമെനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു? ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു? പരീക്ഷ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇടനെഞ്ചില തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇട്ടുമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പിണർ പോലെ, വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവേ
പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവികരും അങ്ങയുടെ തിരുസന്നിധി ചെയ്തു പോയ നിന്റെ അപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ, അങ്ങയുടെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണു തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം, ആണിപ്പെടുതാഴ്ന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ, ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ, ഞരമ്പുകളെ കഴുകണമേ. വാതരോഗികളെ, കിഡ്നി രോഗികളെ, ഹൃദയരോഗികളെ, തൊണ്ട അസുഖങ്ങളുള്ള, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ, തലച്ചോറിന് രോഗങ്ങളുള്ളവർ, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവർ, ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവർ, ഉദര രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സദയം തുണേനേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തുണേനേ സുഖമായിടും എൻ്റെ ഉള്ളം. കൈകൾ രണ്ടും പിണച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശ ജോലി നഷ്ടപ്പെട്ടവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവര്, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവര് എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവ്, ജോലി നാട്ടിലില്ലാത്തവര്, പരീക്ഷ എഴുതി നിൽക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ ചിലർ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ അവർ തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ സ്തുതിക്കട്ടെ. മക്കളില്ലാത്തവർ, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവർ, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് അയക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ഈശോയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദ സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, വലിയ വചന വെളിപാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവരാജ്യ വികസനത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. Ave